ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ദുഃഖകരമായൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. റിങ്കു സിംഗ് തൻ്റെ പിതാവിൻ്റെ ആരോഗ്യനില മോശമായതിനാൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നിരിക്കുന്നു. 26-ന് സിംബാബ്വേയുമായി ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിന് റിങ്കു സിംഗ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള വാർത്ത. എന്തായാലും റിങ്കു സിംഗ് ഇപ്പോഴും ടീമിൻ്റെ ഭാഗമായതിനാൽ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയുള്ള പിന്മാറ്റമായതിനാൽ ഒരു പകരക്കാരനെ ആഡ് ചെയ്യുക എന്നുള്ളത് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ പകരക്കാരൻ്റെ കാര്യത്തിൽ മറ്റൊരു സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല, അതിന് സാധ്യതയുമില്ല. സിംബാബ്വേക്കെതിരെ വളരെ നിർണായകമായ മത്സരമാണ്. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയുമായി 76 റൺസിന് പരാജയപ്പെട്ട് ഇനി സെമിയിലേക്ക് എത്തുമോ എന്നുള്ളത് സംശയകരമായ നിലയിലാണ് ഇന്ത്യയുള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം ചില മാറ്റങ്ങൾക്ക് വേണ്ടി ക്രിക്കറ്റ് ലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് റിങ്കു സിംഗ് മടങ്ങുന്നത്. സിംബാബ്വേക്കെതിരെയുള്ള മത്സരത്തിൽ ഒരുപക്ഷെ റിങ്കു സിംഗ് ടീമിനൊപ്പം ഉണ്ടെങ്കിൽ പോലും പുറത്തിരുത്താനാണ് സാധ്യതയുണ്ടായിരുന്നത്. സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയെയും ഓപ്പൺ ചെയ്യിപ്പിക്കും എന്നു തന്നെയാണ്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നല്ലൊരു കോംബോയാണ് 2020-ൽ. അത് മുൻകാല മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തണം എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. അങ്ങനെ തന്നെ സംഭവിക്കും. സിംബാബ്വേക്കെതിരെ 100% ആ ഒരു പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഉള്ളത്. ശിവം ദുബെ ആയിരിക്കും ഫിനിഷറുടെ റോളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. തിലക് വർമ്മയ്ക്ക് പകരം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൺ ഡൗണായി എത്താനും സാധ്യതയുണ്ട്. ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ കൂടുതൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. സിംബാബ്വേക്കെതിരെയുള്ള ഒരു സാധ്യത 11 ഇപ്രകാരമാണ്: സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, ബുംറ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ. ഈ ഒരു 11 ആയിരിക്കും കൂടുതൽ സാധ്യത. കാരണം നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈ സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ അർഷദീപ് സിംഗിനെ മാറ്റി കുൽദീപ് യാദവിനെ കളിപ്പിക്കാനാണ് സാധ്യത. ഇങ്ങനെ 3 മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റിങ്കു സിംഗ് എന്തായാലും ഈ മത്സരത്തിനില്ല. അവിടെ സഞ്ജു സാംസൺ വരുന്നു. അർഷദീപ് സിംഗിന് പകരം കുൽദീപ് യാദവ് വരുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി അക്സർ പട്ടേലിനെ തിരികെ കൊണ്ടുവരുന്നു. സിംബാബ്വേക്കെതിരെ വ്യക്തമായ മാർജിനിൽ ജയിച്ച് സെമിയിലേക്ക് മുന്നേറാൻ ഇന്ത്യൻ ടീമിനാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.